നീ ശരിയല്ല കേട്ടോ തോമ. എന്താപ്പാ നീ എന്തിനാണ് എസ് ഐ കുട്ടിക്കാരനെ അടിച്ച് പൊട്ട കണ്ടിട്ട്? തോമാടെ പെങ്ങളെ ദേഹത്ത് തൊട്ടു, അതുകൊണ്ട് ഞാൻ അടിച്ചു. അളിയൻ പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക. അതെന്തിന്? നിന്നെ പേടിച്ചിട്ട്. ഇനി നിന്റെ അളിയൻ ആ പെങ്ങളെ ദേഹത്ത് കൈവെക്കണം, നീ അവനെ പൊട്ട കണ്ടിക്കൊണ്ട് ഇടണം. എല്ലാം തോമയുടെ മണ്ടേ തന്നെ വരും, നിന്റെ മണ്ടേ വരും. നിന്റെ കാര്യം ഓർത്ത് എനിക്ക് ദുഃഖിക്കാനേ സമയമുള്ളൂ. എന്ത്? കാപ്പിപ്പോയി 2 കുപ്പി കള്ള് ചോദിച്ചിട്ട് അവന്മാര് തരുന്നില്ല. പത്ത് കാശ് തീർക്കണം. അതല്ല, നീയല്ലേ പറഞ്ഞത് മുന്തിരിക്കള്ളിന് കയ്പാണെന്ന്? ഞാനല്ല പറഞ്ഞത്, തുളസി. തുളസിയോ ചെമ്പരത്തിയോ, എനിക്കിപ്പോ കള്ള് കിട്ടുന്നില്ല. ചേടാ ഇതിപ്പോ എല്ലാം എന്റെ മണ്ടയിലാണല്ലേ വന്ന് കാരണം എനിക്കറിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ നിങ്ങൾക്ക് എന്റെ കുറ്റം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്റെ കഴിവ് കാണണമെങ്കിൽ തട്ടും പുറത്ത് കയറി നോക്കണം. ഞാൻ കണ്ടു 2 പെട്ടി നിറയെ വ്യാജ സീഡികൾ. ഇത് മൊത്തം ഇടേണ്ട സീഡി ഉണ്ടല്ലോടാ. ഈ കളക്ഷനൊക്കെ നീ എവിടുന്ന് സംഘടിപ്പിക്കുന്നു കുട്ടി? അതൊക്കെ വന്ന് അങ്ങ് ചേരും. പപ്പ, നിങ്ങൾ കൊച്ചിലെ തൊട്ടേ എന്നെ ഉപദ്രവിക്കുകയാണ്. ഞാൻ സോപ്പോട്ടിൽ ഒരു ക്യാമറ ഉണ്ടാക്കി, അതും നിങ്ങൾ നശിപ്പിച്ചല്ലേ. എന്റെ സോപ്പോട്ടി ക്യാമറ അതെനിക്ക് കിട്ടിയ കുളക്കട വീത. നീ എന്തിനാ അവിടെ കൊണ്ടുവച്ചേ? ഉണ്ടാക്കിയാൽ മാത്രം മതി, അത് വർക്കാവും നോക്കണ്ടേ. അപ്പാ, അപ്പൻ എന്റെ അത്ഭുത മണി കണ്ടിട്ടുണ്ടോ? തോമസ് ചാക്കോ, നീ ഒരു അപ്പനോടാണ് ഇങ്ങനെ സംസാരിക്കുന്ന ഓർമ്മ വേണം. ഞാൻ സ്കൂളിൽ തന്നെ ഇങ്ങനെ അടിക്കുന്ന ഒരു മണി ഞാൻ കണ്ടുപിടിച്ചില്ല, അത് നിങ്ങളല്ലേ എടുത്ത് ദൂരെ എറിഞ്ഞത്. ആ അത്ഭുത മണി കാരണം ഒരു കുടുംബം ഇപ്പൊ വഴിയാരത്തിലാ. ഏത്? ആ പിയൂണ് അവനിപ്പോ മണി അടിക്കുക ജോലിയില്ല. അവന് കുടുംബം ഇപ്പൊ വഴിയാധാരം പട്ടിണിയാ. അവനും നിന്റെ തലയിലാ. എല്ലാം എന്റെ മണ്ടയില്. അതൊക്കെ പോട്ട്, എന്നെ നോക്കണ്ട. ഞാനൊരു ലോറി വാങ്ങിച്ച് വീട്ടിയിട്ടിട്ടില്ലേ, അതിന്റെ ഗ്ലാസ് ഒന്ന് തുടയ്ക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഈ വയ്യാത്ത കാലം കൊണ്ട് നീ നിന്റെ ലോറിയുടെ മണ്ടേക്കാര് ഗ്ലാസ് തുടക്കണം അല്ലേടാ? വയ്യാത്ത കാലം കൊണ്ട് അതിന്റെ മോളിൽ കയറി ചെകുത്താൻ എഴുതുന്ന ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക്. മാതൃകാ അധ്യാപകന് പ്രസിഡന്റ് കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയവനാ ഞാൻ. എനിക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടിയതാണ്? ആ എഴുതി വെച്ചേക്കണ എല്ലാ അക്ഷരത്തെറ്റും പെയിന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ കിട്ടിയത്? നിങ്ങൾക്ക് ഇത് കിട്ടിയതാ, നിങ്ങൾ അടിച്ചോണ്ട് പോയതാ? കിട്ടിയതാ. അതൊക്കെ പോട്ടെ, ഞാൻ വണ്ടിയും കൊണ്ട് ജംഗ്ഷനിൽ കൂടെ പോകുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ നിങ്ങൾക്ക്? ഞാൻ തിരിഞ്ഞു നോക്കില്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല. സിൽക്ക് സിമതയും കൊണ്ടുപോകാൻ നോക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഉമ്മാതല്ലടാ, നിന്റെ ഈ പ്രവൃത്തികൾ കൊണ്ടാ ഞാൻ നിനക്ക് പകരം വീട്ടുമുറ്റത്ത് ഒരു 18-ാം പട്ട തെങ്ങ് വെച്ചത്. എന്ന് വെച്ച്? അന്ന് വെച്ച്. നിങ്ങളെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വയ്ക്കണോട് നീ പറഞ്ഞ 18. പിന്നെ അല്ലാതെ നീ നിങ്ങളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 18-ാം പട്ട തെങ്ങ് വെച്ചിട്ട് എന്തൊരു കാര്യമാണ്? ഇതാ കുഴപ്പം. ഞാൻ വല്ലതും ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പോഴേ ഉത്തരം മുട്ടും. നീ എന്ന് തോമായിന് നന്നാവുന്ന? പപ്പ, എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, നന്നാവണമെന്നുണ്ട്. എനിക്കത് എങ്ങനെയെന്ന് അറിയില്ല. പറഞ്ഞുതരാം, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. പറയൂ. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താണെന്ന് നീ ഇവിടെ പറ. വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം? ഈ പറഞ്ഞ സാധനത്തിന് സാമാന്യമായിട്ടൊരു രൂപം ഉണ്ടല്ലോ, അതെന്താണെന്ന് നീ ഇവിടെ പറ. അല്ല, ആ പറഞ്ഞ ആ രൂപത്തിന് ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപത്തിൽ തന്നെ. ആ രൂപമാണ് എന്താണെന്ന് നീ ഇവിടെ പറ. ആ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപം ഇരിക്കണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതായിരിക്കും ഇരിക്കണം. അല്ല, എനിക്ക് അറിയത്തില്ല. ഇവനെന്താ ഫ്ലോട്ടോ? ഞാൻ അടി നിർത്തിയോ? ചെങ്കളം മാധവ. അതെ, ചെങ്കളം മാധവൻ. 10 പേര് തിരഞ്ഞാ നീ വരാന്ന് പറഞ്ഞില്ലായിരുന്നോ? അതേടാ, 10 പേര് തികഞ്ഞു. ഞാൻ ദാ വരുന്നു. പക്ഷെ മഴ പോയി കേട്ടാ. മഴ പോയി. ഞാൻ ഈ 10 പേരെ ഒപ്പിച്ചോണ്ട് വന്ന സമയത്ത് നല്ല മഴയായിരുന്നു, പക്ഷെ അതൊക്കെ വിട്ടു പോയത്. മഴ ഉണ്ടെങ്കിൽ അത് കൊള്ളാം. ഞാൻ നമുക്ക് അടിയുടെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാ. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ 10 പേരെ ഒപ്പിച്ചോണ്ട് ഇനി മഴക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഫയർഫോഴ്സിനെ വിളിച്ച് വെള്ളം അടിച്ചാലോ? അത് പറ്റൂല. അത് നമ്മളെ കയ്യിൽ നിൽക്കില്ല. പോത്തുകളെ കഴിച്ചോണ്ട് പോയാ? പോത്തുകളെല്ലാം അടിച്ചോണ്ട് ഒട്ടും നടക്കൂല. അല്ല, ഇതിപ്പോ എനിക്ക് തല്ല് കൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കുമോ ഞാനിവിടെ? ഒരു കാര്യം, നിങ്ങൾ 10 പേരില്ലേ, നിങ്ങൾ തമ്മിൽ കിടന്ന് അടി പിടിക്കോ? ശരി, ഓക്കെ. എന്നെ ശല്യം ചെയ്യല്ലേ. റോങ് നമ്പർ പ്ലീസ്. ഊരി അല്ലേ?